ബോഡി ആ ഒരു കിടന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങിപ്പോയത് പോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ആള് എന്നെ ഫോൺ ചെയ്തിട്ട് പൊട്ടി ചിരിക്കുവാണ്. എന്നിട്ട് പറയുന്നത് ആ ഞരമ്പ് ഇങ്ങനെ പിടച്ചടിച്ചിട്ട് അത് വിട്ടുമാറിപ്പോയെന്ന്. അപ്പം ശിവൻ, വിഷ്ണു, അള്ളാ, ജീസസ് അങ്ങനെ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഓരോരുത്തരും ഓരോ പേരിൽ ആ വ്യക്തിയെ ആദ്യം ഹാപ്പിയാക്കും. ആദ്യം ഹാപ്പിയാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏത് കാര്യത്തിനാണെങ്കിലും അവർ ഹാപ്പിയാക്കും. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ടീച്ചറെ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഇത് ഞാൻ അവരോട് പറയുന്നില്ലല്ലോ, ഞാൻ ഹാപ്പി ആക്കിയിട്ടുണ്ടെന്നുള്ളത്. മണി ബ്ലോക്കേജ് ആണെങ്കിലും അല്ലെ ഒരു വ്യക്തിയുടെ മറ്റെന്തെങ്കിലും ദുരിതങ്ങൾ, മാനസികമായിട്ട് വളരെ വീക്കായിട്ട് സ്ട്രോങ് അല്ല, എപ്പോഴും നെഗറ്റീവ് തോട്ട്സ്, പിന്നെ ഹാപ്പി അല്ല, ഇതെല്ലാം നമുക്ക് മൈൻഡ് സെറ്റ് വരെ ഒരാളുടെ മാറ്റാൻ സാധിക്കും. സ്ട്രോങ് അല്ലാത്ത ഒരാൾ, ആ ആൾ ഹീലിംഗ് കഴിയുമ്പോൾ വളരെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് അപ്പം തന്നെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. കുറച്ച് സമയം കൊണ്ട് തന്നെ. ഇപ്പം എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്കൂൾ അധ്യാപികയിൽ നിന്നും റേക്കി മാസ്റ്ററിലേക്ക് കടന്നു വന്ന ശാന്തി പ്രതിഭാണ്. നമസ്കാരം മാഡം. നമസ്കാരം മാം. സ്കൂളിലെ അധ്യാപികയായിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ ഈ സ്കൂൾ അധ്യാപികയിൽ നിന്നും എങ്ങനെയായിരുന്നു ഈ റേക്കി അല്ലെങ്കിൽ ഈ ഹീലിങ്ങിലേക്കൊക്കെ കടന്നു വന്നത്? ഞാൻ സ്കൂൾ അധ്യാപികയായിരുന്ന കാലത്തെ തന്നെ എനിക്ക് ആ ഒരു സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ, മിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം റേക്കി പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് പ്രദീപ്. അപ്പോൾ അത് കാരണം എല്ലാത്തിനും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം എന്നെ താല്പര്യത്തോടെ വിടാൻ തയ്യാറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ റേക്കി പഠിക്കാനായിട്ട് എനിക്കൊരു ഗുരുവിനെ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് റേക്കി പഠിച്ചത്. അപ്പോഴേ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു 1000 പേരിൽ ഒരാൾക്കേ ഇതിൻ്റെ ആ പവർ കിട്ടത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പവർ കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഞാനിങ്ങനെ കുറേ ജോലികൾ ഞാൻ ചെയ്തിരുന്നു. സ്കൂൾ അധ്യാപികയാകുന്നതിന് മുൻപ് ബ്യൂട്ടീഷ്യനായിട്ടും പിന്നെ മറ്റ് പല പ്രൊഫഷൻസും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം നേതി എന്ന് പറയുന്ന പോലെ ഇതല്ല എനിക്കുള്ള ജോലി, അല്ലെങ്കിൽ എനിക്ക് ഉള്ള ലൈഫ് പർപ്പസ് ഇതല്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സ്കൂൾ അധ്യാപിക എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കുടുംബമേ അധ്യാപക കുടുംബമാണ്. അച്ഛനും അമ്മയും മാമനും വല്യമ്മച്ചി എല്ലാവരും അധ്യാപകരാണ്. അപ്പോൾ അതിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അധ്യാപികയാകാനുള്ള പ്രോത്സാഹനവും ഹസ്ബൻഡിൽ നിന്നാണ് കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും അതുപോലത്തെ ഒരു ആശ്രമ അന്തരീക്ഷത്തിലാണ് ഞങ്ങളെ വളർത്തിയതും. കാരണം അവിടെ ഗുരുകുലം പോലെ ഇങ്ങനെ പിന്നെ ഇവർ പഠിപ്പിക്കുക. അച്ഛൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു, കരുനാപ്പള്ളി തന്നെ അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അമ്മ ഹിന്ദി ടീച്ചറുമായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ വരും. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലൊക്കെ ജോലികളിലൊക്കെ സഹായിക്കും. അങ്ങനെ ഒരു ആശ്രമം പോലെ ജീവിച്ചു വന്നതാണ്. അപ്പോൾ അതിനോടൊരു താല്പര്യം എനിക്കുണ്ടായി. അങ്ങനെ അധ്യാപികയായെങ്കിലും എനിക്കെന്തോ എവിടെയോ ഒരു കുറവുള്ള പോലെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിതല്ല, എനിക്ക് എന്നിട്ടും എന്തോ സംതൃപ്തി ഇല്ലാത്ത പോലെ. അപ്പോൾ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുമ്പോഴും അവരെ ഈ പാഠപുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുറത്തുള്ള കുറേയധികം നമുക്ക് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു എനിക്ക് എന്തിലാണ് സംതൃപ്തി കിട്ടുക. അപ്പോഴാണ് ഈ നമ്മുടെ ഒരു വൈബ്രേഷനിൽ നമുക്ക് അങ്ങനെയുള്ള ഗുരുക്കന്മാർ നമ്മുടെ മുന്നിൽ വരുമെന്ന് പറയുമല്ലോ. നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ തേടി വരും. അതെ, നമ്മളെ തേടി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് ഒരു സ്പിരിച്വൽ ഗ്രൂപ്പുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടായി. അവിടെ ഞാൻ ആദ്യം യോഗയായിരുന്നു. അപ്പം യോഗ പഠിപ്പിക്കുമ്പോൾ എന്നെ അവിടെ അധ്യാപികയാക്കി ആ മാഷ്. അപ്പോൾ അദ്ദേഹം എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ കുറേ കാര്യങ്ങളും കൂടെ അവർക്ക് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ ലെവലിലാണ് അവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ യോഗ ക്ലാസ് ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ അവർക്ക് ആ ക്ലാസ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് തോന്നും. പിന്നീടാണ് ഞാൻ റേക്കി പഠിച്ചത്. റേക്കി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഏത് കാര്യത്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ് എന്ന് ആലോചിച്ചപ്പോൾ റേക്കിയിൽ തന്നെയാണെന്ന് മനസ്സിലായി. കാരണം ഞാൻ ഉറക്കം ഉപേക്ഷിച്ച് ആരെങ്കിലും ഇത് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇതിനകത്താണ് പാഷൻ എന്നുള്ളത് മനസ്സിലായത്. ഞാൻ എല്ലാവരോടും ചോദിക്കുന്നൊരു അതായത് എല്ലാവർക്കും സംശയമുണ്ട്. അപ്പം എന്താണ് റേക്കി? എല്ലാവർക്കും ഡിഫറൻസ് ആൻസർ ആയിരിക്കും. അതെ അതെ. മാമിൻ്റെ കൺസെപ്റ്റിൽ എന്താണ് റേക്കി? അതായത് നമുക്ക് ഈ യൂണിവേഴ്സൽ എനർജി എന്നുള്ളതാണ്, യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്നാണ് ഇത് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ സ്പേസ് എന്ന് പറയുന്നത് ഈശ്വരനായിട്ടാണ്.
അതിൻ്റെ ഉള്ളിലാണ് നമ്മളെല്ലാം. ഒരു ബ്രഹ്മാണ്ഡ രൂപമായിട്ട് നമുക്ക് ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു വിശ്വരൂപം എന്ന് പറയത്തില്ലേ, അതായത് പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ 1000 കൈകളും അല്ലെങ്കിൽ കോടിക്കണക്കിന് കൈകളും ശിരസ്സുകളോടും ഒക്കെ കൂടിയിട്ടുള്ളൊരു രൂപം. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളും വരും, മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ഒരു സ്പേസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈശ്വരൻ്റെ ഉള്ളിൽ നമ്മൾ വസിക്കുന്നു. അപ്പോൾ ഈ സ്പേസിലുള്ള ആ എനർജിയാണ്, ഈശ്വരൻ്റേതായ എനർജിയാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണോ റേക്കി എന്ന് പറഞ്ഞാൽ? അതെ അതെ അതെ, യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്ന് വെച്ചാൽ അതൊരു ഫ്ലോ പോലെ നമ്മളിലേക്ക് വരുന്നതാണ്. നമ്മൾ സങ്കല്പിക്കുമ്പം അത് നമ്മളിലേക്ക് വരിക. ഇതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് മറ്റൊരാളെ ഹീൽ ചെയ്യാൻ കഴിയുന്നത്? മറ്റൊരാളിനെ ഹീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിലേക്ക് നമ്മളൊരു ഇൻവൊക്കേഷനിലൂടെ അത് സ്വീകരിക്കുകയാണ്. ആ എനർജി നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടെ വിൽ പവർ ഉപയോഗിച്ചാണ് അത് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മാസ്റ്റേഴ്സിനും ഓരോ പവർ കാണും. അപ്പം നമ്മൾ എത്രത്തോളം നമ്മുടെ പവർ കൂട്ടിയെടുക്കുന്നു അതനുസരിച്ചാണ് മറ്റുള്ള വ്യക്തിയിൽ ഒരുപാട് മാറ്റം സംഭവിക്കും. എല്ലാവരെയും നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയും. എല്ലാവരെയും ഹീൽ ചെയ്യാൻ പറ്റും. ഒരു കാര്യം അസാധ്യം എന്നുള്ളതില്ല റേക്കിയിൽ. അതായത് ഇപ്പം നമുക്ക് അബണ്ടൻസ് വരിക എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാന കാര്യം. അതായത് സമ്പദ് സമൃദ്ധി നമ്മളിലേക്ക് വരിക ഒരു ഈശ്വരൻ്റെ ഒരു ബ്ലെസ്സിങ് പോലെയാണ്. അപ്പോൾ ഈശ്വരൻ തന്നെയായിട്ടാണ് ഇത് സങ്കല്പം. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഏത് പ്രശ്നവും, ഇപ്പം മാനസിക രോഗമൊക്കെ ഉള്ളവരുണ്ട്. എല്ലാവർക്കും സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടി വരികയാണ്. അത് ആങ്സൈറ്റി സ്ട്രെസ് മാത്രമല്ല, സ്കിസോഫ്രേനിയ, ഇത് ബേസിക്കായിട്ട് ഏതെങ്കിലും ഈ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു തലയിൽ ഞരമ്പ് ഒട്ടിയിരിക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി വിദേശത്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്താലും സക്സസ് ആവത്തില്ല എന്ന് പറയുന്നു ടീച്ചറെ, എനിക്ക് തലയിൽ ഈ ചെവിയിലൊന്നും തൊടാൻ വയ്യാത്ത വേദനയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഫോൺ മാറ്റി വെക്കുക, ഒരു 10 മിനിറ്റ് ഹീൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹീൽ ചെയ്തപ്പോൾ പിന്നെ ഒരു അല്പസമയം കഴിയുമ്പോൾ, ഹീൽ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആൾ എന്നെ ഫോൺ ചെയ്തിട്ട് പൊട്ടി ചിരിക്കുവാണ്. എന്നിട്ട് പറയുന്നത്, ആ ഞരമ്പ് ഇങ്ങനെ പിടച്ചടിച്ചിട്ട് അത് വിട്ടു മാറിപ്പോയെന്ന്. ഒട്ടിയിരുന്ന സംഭവമാണ്. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഏതാണ്ട് 1.5 വർഷം 2 വർഷമായിട്ടുണ്ട്. എത്ര ദൂരമുള്ളവരെ വേണമെങ്കിലും ഹീൽ ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് തന്നെ UK, US, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ ജർമ്മനിയിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഒരു അഡ്മിൻ എന്ന് പറയുന്നത് ജർമ്മനിയിലുള്ള ആളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഹീൽ ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവർക്ക് അത്രയും പവറായി വരണമെങ്കിൽ കുറച്ച് അവർ പ്രാക്ടീസ്, ഇതുപോലെ നമ്മളെപ്പോലെ ആ ഒരു കുറേ കൂടെ മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് നമ്മൾ മൈൻഡ് വളരെയധികം ഒത്തിരി മാറ്റങ്ങൾ വരും. സ്ട്രോങ് മാത്രമല്ല, കുറേ പ്യൂരിഫൈഡ് ആവണം. അതെങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്ത് 5 നിയമങ്ങളുണ്ട് റേക്കിയിലാണെങ്കിൽ. അതായത് നമ്മളിപ്പോൾ അഷ്ടാംഗ യോഗയിൽ പറയുന്നതും അതുതന്നെയാണ്. അപ്പം നമ്മൾ റേക്കിയിൽ 5 നിയമങ്ങളെന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം ഞാൻ കോപിക്കുകയില്ല, ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ജോലികൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യും, പിന്നെ ആകുലപ്പെടുകയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആകുലത വരുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഈശ്വര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്ന നമ്മളാണിത്, ഐ ആം ദ ഡൂവർ എന്നാണ്. പക്ഷേ നമ്മൾ അറിയുന്നില്ല ഹീസ് ദ ഡൂവർ. അപ്പം നമ്മൾ ആ ഒരു ഈശ്വരനിൽ സറണ്ടറായി കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ആകുലത വരുന്നത്. അപ്പം നമുക്ക് ഇന്ന് തന്നെ ഞാൻ ഇവിടേക്ക് വരുമ്പോഴും ഞങ്ങൾക്ക് ബ്ലോക്കിൽപ്പെട്ട് വണ്ടി പിന്നെ ആകപ്പാടെ ഒരു എറർ കാണിച്ച് കുറേ വഴി തെറ്റിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തേണ്ട ഒരു ടൈം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആകുലപ്പെട്ടില്ല. രാവിലെ 10 മണിക്കെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് എത്താൻ പറ്റിയുള്ളൂ. അപ്പോൾ അത് ഈശ്വരൻ്റെ പ്ലാനായിരുന്നു. എല്ലാം ഈശ്വരൻ്റെ പ്ലാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ അതെ. അപ്പം സാധാരണ ആളുകൾ എങ്ങനെയായിരിക്കും, നമ്മുടെ കൂടെ വന്ന ആ പയ്യനാണെങ്കിൽ ആകപ്പാടെ ടെൻഷനായി. കാരണം വണ്ടി ഓടിച്ചിരുന്ന പയ്യൻ, അത് മിണ്ടുന്ന പോലുമില്ല പിന്നീട്, ഈ തെറ്റിപ്പോയല്ലോ എന്നുള്ള. അപ്പോഴേ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്, നമ്മൾക്ക് ആ അറിവുണ്ടെങ്കിൽ നമുക്കിത് എല്ലാം ഈശ്വര നിശ്ചയമാണ്,
എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും. ഈ റേക്കി പഠിക്കുന്നവരെല്ലാം വളരെ കാം ആൻഡ് കൂളായിരിക്കും എപ്പോഴും. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ മനുഷ്യനാണ്, മനസ്സിലുള്ളിടത്തോളം മനുഷ്യൻ്റെതായ ഇമോഷൻസ് ഉണ്ടാവും. ഈവൻ സന്യാസിമാർക്ക് പോലും സത്വരജ തമോ ഭേദങ്ങൾ ഉണ്ട്. അപ്പോൾ അവർക്ക് താമസിക ഗുണം കുറവാണ്, അതുകൊണ്ടാണ് അവർ അത്രയും കൂളായിട്ടിരിക്കുന്നത്. സാത്വിക ഗുണം ഏറിയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ രജസിക്കായിട്ടുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ അവലംബിക്കുന്നൊരു മെത്തേഡ് നമ്മൾ റേക്കിയിൽ, ഇപ്പോൾ റേക്കി മാസ്റ്റേഴ്സ് എല്ലാവരും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പലതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ റേക്കി പഠിപ്പിക്കുന്നത്. ഈ റേക്കി പല വിധത്തിലുള്ള കോമ്പിനേഷനാണോ? പല വിധത്തിൽ റേക്കിയുണ്ട്, പല രീതിയിലും നമുക്കത് ചെയ്യാം. കാരണം ഈ യൂണിവേഴ്സൽ പവർ എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പം തന്നെ നമ്മൾ അതെ, ഇപ്പം ശിവൻ, വിഷ്ണു, അള്ളാ, ജീസസ് അങ്ങനെ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഓരോരുത്തരും ഓരോ പേരിൽ മണി റേക്കി എന്ന് പറയുന്നു, കരുണ റേക്കി എന്ന് പറയുന്നു, അങ്ങനെ പറയുന്നെങ്കിലും ശരിക്കും യൂണിവേഴ്സൽ പവറാണ്. പക്ഷേ ഇതെല്ലാം ഞാൻ എൻ്റേതായ മെത്തേഡിലൂടെ എല്ലാം, ഇപ്പം മണി ബ്ലോക്കേജ് ആണെങ്കിലും അല്ലെ ഒരു വ്യക്തിയുടെ മറ്റെന്തെങ്കിലും ദുരിതങ്ങൾ, മാനസികമായിട്ട് ചില ആളുകളുണ്ടല്ലോ വളരെ വീക്കായിട്ട്, സ്ട്രോങ് അല്ല, എപ്പോഴും നെഗറ്റീവ് തോട്ട്സ്, പിന്നെ ഹാപ്പി അല്ല, ഇതെല്ലാം നമുക്ക് മൈൻഡ് സെറ്റ് വരെ ഒരാളുടെ മാറ്റാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഒത്തിരി ടെൻഷനായിട്ട് എപ്പോഴും ഇരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്ട്രോങ് അല്ലാത്ത ഒരാൾ, ആ ആൾ ഹീലിംഗ് കഴിയുമ്പോൾ വളരെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് അപ്പം തന്നെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. കുറച്ച് സമയം കൊണ്ട് തന്നെ. ഇപ്പം എൻ്റെ അനുഭവം ഞാൻ പറയാണ്, ഞാൻ ഒരാളിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ആദ്യം ഹാപ്പിയാക്കും. ആദ്യം ഹാപ്പി ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് കൂളായിട്ടിരുന്നെങ്കിലേ അവരുടെ കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും അവർ ഹാപ്പിയാക്കും. അപ്പോൾ അവർ പറയുന്നത്, എനിക്ക് ടീച്ചറെ വല്ലാത്ത സന്തോഷം തോന്നുന്നു, ഇത് ഞാൻ അവരോട് പറയുന്നില്ലല്ലോ, ഞാൻ ഹാപ്പി ആക്കിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നിക്കുന്നു, പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നിക്കുന്നു. എന്തോ പലർക്കും പല അനുഭവങ്ങളാണ്. അതായത് ഈ ബോഡി ആ ഒരു കിടന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങിപ്പോയത് പോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരാളെ ഹീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര സമയം വേണ്ടി വരും?